റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ശാശ്വതമായ സമാധാനത്തിനായി നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് നേരിട്ട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. വർഷങ്ങളായി തുടരുന്ന കടുത്ത യുദ്ധത്തിനിടയിൽ പുടിനെ അഭിസംബോധന ചെയ്ത് പുറത്തുവിട്ട ഈ തുറന്ന കത്ത് ഒരു നയതന്ത്ര അഭ്യർത്ഥന എന്നതിലുപരി നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് വിലയിരുത്തപ്പെടുന്നത്. യുക്രൈൻ റഷ്യ ബന്ധത്തെ പുടിൻ ഒരു സ്ഥിരം യുദ്ധഭൂമിയാക്കി മാറ്റിയെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തുകയും ചെയ്തു. വിദേശ പങ്കാളികളെ റഷ്യ അമിതമായി ആശ്രയിക്കുന്നതിനെ പരിഹസിച്ച അദ്ദേഹം ദീർഘകാലം അധികാരം നിലനിർത്തിയ പല ഭരണാധികാരികളുടെയും അതേ വിധി തന്നെയായിരിക്കും ഒടുവിൽ റഷ്യൻ നേതാവിനെയും കാത്തിരിക്കുന്നതെന്ന മുന്നറിയിപ്പും നൽകി. തീരുമാനം ഇനി നിങ്ങളുടേതാണ്, യുദ്ധം ചെയ്തത് മതി, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ മുന്നോട്ട് വരികയാണെന്നും സെലൻസ്കി കത്തിൽ കുറിച്ചു. ചർച്ചകളിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ സെലൻസ്കിയുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കുന്ന കാര്യം തള്ളിക്കളയുന്നില്ലെന്നും പുടിൻ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ ഈ നിർണായക നീക്കം. നിലവിലെ കടുത്ത സംഘർഷത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം പുടിന്റെ മേൽ ചുമത്തിയ സെലൻസ്കി അദ്ദേഹത്തിന്റെ 3 പതിറ്റാണ്ടോളം നീണ്ട ഭരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തെ യുദ്ധത്തിലേക്ക് വഴിമാറ്റിയതായി കുറ്റപ്പെടുത്തുകയും ചെയ്തു. 26 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ റഷ്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ യുക്രൈനിലെ ഒട്ടനവധി ആളുകൾ നിങ്ങളെ വളരെ നല്ല രീതിയിലാണ് വീക്ഷിച്ചിരുന്നത്. അങ്ങനെയായിരുന്ന സാഹചര്യം, എന്നാൽ അതെല്ലാം ഇപ്പോൾ ഭൂതകാലം മാത്രമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ഇപ്പോൾ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾക്ക് പകരം ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും മാത്രമാണ് പ്രധാന വിഷയമായി മാറുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു. നാറ്റോയെക്കുറിച്ചോ ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ചോ റഷ്യൻ ഭാഷയെക്കുറിച്ചോ നിങ്ങൾ എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചാലും ഈ യുദ്ധം നിങ്ങളുടെ തികച്ചും വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാണ്. കൃത്യമായ ഒരു കാരണവുമില്ലാതെ തുടങ്ങിയ ഒരു യുദ്ധം ചരിത്രം ഇതിനെ എങ്ങനെ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ പരാമർശിച്ച സെലൻസ്കി സെന്റ് പീറ്റേഴ്സ്ബർഗുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ തങ്ങളുടെ ദീർഘദൂര ഡ്രോണുകൾ എത്തിയ വാർത്തയെ യുക്രൈൻ ജനത വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചതെന്ന് എഴുതി. നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതുപോലെ ആ ദൂരം ഞങ്ങളുടെ ശേഷിയുടെ അവസാന പരിധിയല്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ കോൺസ്റ്റാന്റിനോവ്സ്കി കൊട്ടാരത്തിൽ പുടിൻ അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ് ഈ ഡ്രോൺ ആക്രമണം നടന്നതെന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. ഈ വർഷം ഈ പരിപാടിയുടെ 10ാം വാർഷികം കൂടിയാണ്. സാധാരണക്കാരായ റഷ്യൻ ജനതയ്ക്ക് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന വാദമാണ് സെലൻസ്കി കത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. വിലക്കയറ്റം, ഇന്ധനക്ഷാമം, വിവിധ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ, പുതിയ സൈനിക സമാഹരണത്തിനുള്ള സാധ്യതകൾ എന്നിവയിൽ റഷ്യൻ ജനത കടുത്ത നിരാശയിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഞങ്ങളുടെ ഡ്രോണുകളും മിസൈലുകളും വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗ്യാസോലിൻ ക്ഷാമവും നിരന്തരം വർദ്ധിച്ചു വരുന്ന വിലയും അവർക്ക് താല്പര്യമില്ല. തുടർച്ചയായ നിയന്ത്രണങ്ങളെ അവർ വെറുക്കുന്നുവെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചു. റഷ്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വിഭവങ്ങൾ ക്രമേണ ചുരുങ്ങുകയാണെന്ന് വാദിച്ച സെലൻസ്കി ജനങ്ങളുടെ പിന്തുണ തുടർന്ന് നിലനിർത്താൻ ക്രെംലിൻ ഭാവിയിൽ കഠിനമായി പൊരുതേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 26 വർഷമായി നിങ്ങൾ ചെയ്തതുപോലെ റഷ്യക്കാരുടെ വിശ്വസ്ത പണം കൊടുത്തു വാങ്ങാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകളോ രാഷ്ട്രീയ മൂലധനമോ ഇനി നിങ്ങളുടെ പക്കൽ ഉണ്ടാകില്ല. യുദ്ധഭൂമിയിൽ റഷ്യ നേരിടുന്ന കനത്ത നാശനഷ്ടങ്ങളെക്കുറിച്ചും യുക്രൈൻ നേതാവ് പരാമർശിച്ചു. പ്രധാന സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും മോസ്കോയ്ക്ക് വലിയ രീതിയിൽ സൈനികരെ നഷ്ടപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഞങ്ങളുടെ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഡോണറ്റ്സ്ക് പ്രദേശം പിടിച്ചെടുക്കുന്നതിനായി നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള സ്വന്തം സമയപരിധികൾ ഓരോ മാസവും നീട്ടിവെക്കുന്നത് ഇതിന് തെളിവാണ്. ഈ വർഷവും അത് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു ചട്ടക്കൂടും സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിനിധികൾക്ക് പകരം ഭരണത്തലവന്മാർ നേരിട്ട് ചർച്ച നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.